ഡയറക്ടറാവുമോ അല്ലൊരു പ്രൊഡ്യൂസറാവുമോ നല്ല സിനിമയുടെ കൂടെ ഇന്നും ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ എനിക്കൊപ്പം കുറേ നല്ല ആളുകളോട് കൂടി ചേർന്നപ്പോൾ ഒരു സിനിമ ചെയ്യാനുള്ള ധൈര്യം തോന്നും. അങ്ങനെ തുടങ്ങുന്ന ഒരു വലിയ എന്താ പറയുക ഒരു തുടക്കമാണ് ഇന്ന് സംഭവിച്ചത്. എൻ്റെ ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ളത് ഈ അമ്മയുടെ മണ്ണിൽ നിന്നാണ്. എൻ്റെ സിനിമകൾ ഞാൻ എഴുതുന്നത് ഈ മണ്ണിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് എൻ്റെ എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ ഈ മണ്ണിൽ വെച്ച് ആദ്യമായി ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയുടെ പൂജ നടക്കുമ്പോൾ അത് ഇത്രയും ക്ഷണിച്ചിട്ട് ഇത്രയും പേര് എത്തിയപ്പോൾ വല്ലാത്തൊരു സന്തോഷം. അതിനേക്കാൾ വലിയ പേടി ഈ വിളക്കിൽ ഇതിൽ കൂടുതൽ തിരിയിടാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അപ്പോൾ തീർച്ചയായിട്ടും വന്നവരിൽ നിന്ന് കുറച്ച് പേരെ വിളക്കധികം വിളിക്കാൻ പറ്റും. പക്ഷേ നിങ്ങളെല്ലാം പ്രാർത്ഥനയും അനുഗ്രഹവും വേണം. അതിനുശേഷം വിശദമായി സംസാരിക്കണം. എല്ലാവർക്കും പോകാൻ നിർത്തിയണമെന്നറിയാം. അപ്പം എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് ഞാൻ അമ്മ എന്ന് പറയുന്ന അമ്മ ചെയ്യാറുള്ളത്. അപ്പം ആദ്യത്തെ രീതി ഞാൻ അമ്മയെ പോലെ തന്നെ എൻ്റെ എല്ലാ സിനിമകൾക്കും എൻ്റെ ഒപ്പം വന്ന് അത് ചെയ്തു തരുന്നതാണ് വലിയ നമ്മുടെ മാളിയമ്മത്തിൻ്റെ സംവിധായകൻ സ്വന്തം വിഷ്ണുവിൻ്റെ അമ്മൂമ്മയാണ്. അപ്പോൾ വല്യമ്മയും അമ്മയും എല്ലാ ചടങ്ങുകൾക്കും ആദ്യം തിരികണിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഐശ്വര്യം ഇതുവരെ ജീവിതത്തിൽ കിട്ടിയുള്ളൂ. നിങ്ങളുടെ അനുഭവത്തോടെ ഞാൻ അവരെ രണ്ടുപേരെയും വിളിക്കുകയാണ്. ഒപ്പം ഇതിൻ്റെ തിരക്കഥാകൃത്ത് ഇതിൻ്റെ അച്ഛനോടെ ഉണ്ട്. അപ്പം അവർ 3 പേരെ വെച്ച് ആദ്യം കണക്കെത്തിച്ച് ഞങ്ങൾ തുടങ്ങുകയാണ്. പിന്നീട് ആർക്കൊക്കെയാണ് നടക്കുന്നുള്ളത് ഞാൻ പറയാം. സിദ്ദീഖ് എന്നെ വിളിച്ച് അപ്പം തന്നെ പറഞ്ഞു പോലെ കുറച്ച് പേരെ വെച്ച് കത്തിച്ചോളൂ. വിളക്ക് ഇടപെടെ വിളിച്ചത് ഇത്രയും ആളുകളുണ്ട്. സിദ്ദീഖ് ഇതിൽ വന്നതാണ് സന്തോഷം. അപ്പോൾ അതിൽ ഓരോരുത്തരും കൂടി ചേരുമ്പോൾ അതൊരു വലിയ സന്തോഷമായി മാറുകയാണ്. അമ്മ വലിയമ്മ പപ്പ ചേച്ചിയെ വിളിച്ചു. ചേച്ചി ശ്രീനിസാറെ പങ്കെടുത്തപ്പോൾ ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ ഉർവശിയുടെ മകളുടെയും സിനിമയുടെ ഞാൻ വരും എന്ന് പറഞ്ഞ് ശ്രീനേട്ട ഇവിടെ എത്തി. ഇതിലും വലിയൊരു അനുഗ്രഹം അപ്പോൾ തീർച്ചയായിട്ടും ശ്രീനിസാറിൻ്റെ ഒക്കെ അനുഗ്രഹത്തോടെ തന്നെ നമ്മൾ ആദ്യത്തെ തിരി കത്തിക്കുകയാണ്. സിദ്ദീഖ മുകേഷേട്ടാ സൈജി ചേട്ടൻ ബോബി ചേട്ടൻ അക്ക നോബിളിയേട്ടൻ റോണി ചേട്ടൻ അല്ല വിളക്കത്തിയ ബാക്കിയുള്ളവർക്ക് ഓരോ പരിപാടി ഉണ്ട് കേട്ടോ. വിളക്കിൽ ഇതിലൊന്നും തിരിയില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നല്ല പണവും അതുകൊണ്ട് ശിവൻ ശബ്ദങ്ങൾ അദ്ദേഹത്തിന് പണം ചെയ്യാൻ അപ്പൊ അതിന്റെ കഥയുണ്ടാക്കാൻ എന്നെ വിളിച്ചു. അപ്പൊ നിർമ്മോഹൻ അതുപോലെ ശ്രീവത്സം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് താമസിക്കുക. അങ്ങനെ കുറേ ആലോചനകൾക്ക് ശേഷം ഒരു കഥയുണ്ട്. അവർക്ക് നമ്മുടെ രാഷ്ട്രമാണ് അവരുടെ ഒരു ക്ലാസ്സിൻ്റെ മിക്കവാറും കടപ്പുറത്തെ ആൾക്കാരുടെ ഒരു വ്യക്തി എന്നതിനെയാണ് തീരുമാനം. ഇങ്ങനെ അദ്ദേഹം ജപ്തിയുടെ ഒരു പ്രധാന ഘടകമായ
ഒരുപാട് തിരക്കിലാണ് ആദ്യം സൂപ്പർസ്റ്റാറായ ആളാണ് മോഹൻലാൽ. അവർ പഠിക്കുന്നത് നിൽക്കാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ തവണയും പല തവണ മോഹൻലാൽ ആദ്യം വരാതെ വന്ന് സത്യനെ വിളിച്ച് പറയും സത്യയുടെ എനിക്ക് തമ്പികളുടെ പാട്ടുണ്ട്. ഞാൻ കുറേ ദിവസങ്ങളിൽ ഒരു ഡേറ്റ് പറഞ്ഞ് അന്ന് വരാറുണ്ട്. അപ്പോൾ സത്യൻ്റെ പുസ്തകത്തിൽ ഉർവശിയോട് ഇങ്ങനെ ഡേറ്റ് പറ്റി പറയും. ഉർവശിയുടെ ഡേറ്റും അവളുടെ ഡേറ്റ് പറഞ്ഞിട്ട് ആ ഡേറ്റ് വളരെ ഒപ്പിച്ചിരിക്കുക. അങ്ങനെ പറഞ്ഞു മോഹൻലാൽ പിന്നെ ഡേറ്റ് പറഞ്ഞുകൊണ്ടിരുന്നത് വളരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം എവിടെ നിന്നും മോഹൻലാൽ എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് സത്യം ആ ഡേറ്റിൽ ഉപേക്ഷിക്കാനും അതാണ് സത്യം പാടുന്നത്. അത് അപ്പോ സത്യന്റെ അടുത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മോഹൻലാലിന്റെ ഒരാളോട് അഡ്ജസ്റ്റ്മെന്റ് അതുകൊണ്ട് ഞാൻ ചോദിക്കില്ല. ആദ്യം കഥ കൊടുത്ത് മറ്റൊരു ആലോചിക്കുന്നുണ്ട്. തീവ്രമായ ആലോചിച്ചു ആലോചന നാട്ടിൽ കാര്യങ്ങളും യഥാർത്ഥ കാര്യങ്ങളെ അറിയും. അങ്ങനെ ഒരു ദിവസം ഞാൻ തോന്നുന്നു സത്യത്തിന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ആലോചന തോന്നി. അദ്ദേഹം പറഞ്ഞു ഭർത്താവിന്റെ വരുമാനത്തിന് അപ്പുറത്തേക്ക് ആഗ്രഹങ്ങൾ വെച്ചു കൊടുക്കുന്നതാണ് വളരെ പേരിക്കാണ്. ഭർത്താവിന്റെ ആഗ്രഹങ്ങൾക്ക് അപ്പുറത്തേക്ക് വരുമാനത്തിന് അപ്പുറത്തേക്ക് ആഗ്രഹങ്ങൾ വെച്ചു കൊടുക്കുന്നതാണ്. ആ സത്യം പറഞ്ഞ അതുകൊള്ളാം. അത് സിനിമകൾ കാണാൻ ആ ഒറ്റ പേരിക്ക് അദ്ദേഹം അടുത്ത ദിവസം കല്യാണമന്ത്രം എന്ന് പറയുന്ന സിനിമയുടെ ഇന്ന് കഥയുണ്ടാക്കി അടുത്ത ആഴ്ച തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് കൊടുക്കുന്ന ക്ലാസ്സിൽ അത്രയും ദിവസം നമ്മുടെ
and action. നമ്മളിത് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ വേറെ ഒരുപാട് സിനിമകൾ ഇതിനൊപ്പം തന്നെ പ്ലാനിങ് നടക്കുന്നുണ്ട്. എങ്കിൽ പോലും ഞങ്ങളുടെ സിനിമ ഇങ്ങനെ ആദ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ദേശീയ മലയാള സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയും കൂടെയാണ് പാബ്ലോ പാണ്ടി. അതിൻ്റെ ഒരു സന്തോഷവും ഞങ്ങൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ എന്നും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടുപേരുടെ ഉപേക്ഷകൾ സിദ്ധിക്കുകയും അപ്പം ഞങ്ങൾ ഈ കഥ പറയാൻ പോകുമ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട്, സാർ ഞങ്ങൾ ഒരു സ്കെൽറ്റൻ മാത്രം തരാം, ബാക്കി നിങ്ങൾ ലൊക്കേഷനിൽ വെച്ച് അടിപൊളിയാക്കി കൊടുത്തു. കാരണം എന്ത് എഴുതി കൊടുത്താലും മുകളിലേക്ക് സ്പോട്ടിൽ തന്നെ കൗണ്ടറും ഇംപ്രൂവൈസേഷൻ തരുന്ന ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ആദ്യമായി ഒരു സിനിമ ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 സ്ട്രോങ് പില്ലേഴ്സ് ഒപ്പം തന്നെ ഇതിൽ അഭിനയിക്കുന്ന മറ്റ് കുറച്ച് പേരും കൂടി ഇവിടെ ഉണ്ട്. അവരെ വിളിക്കാം. അതിന് മുന്നേയായിട്ട് നിങ്ങൾ 3 പേരും ആദ്യം സംസാരിച്ചിട്ട് ചേച്ചി. നമസ്കാരം, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ ടൈറ്റിൽ ലോഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്, അഭിലാഷ് പറഞ്ഞതൊക്കെ സത്യമാണ്. എൻ്റെ ഏറ്റവും വലിയ ത്രില്ലും ഞാൻ ഈശ്വരനെ പൂജിക്കുന്നതും ഒരുപാട് കാലമായിട്ട് അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ച സിദ്ദിഖിൻ്റെ കൂടെയും മുകേഷിൻ്റെ കൂടെയും വീണ്ടും ഒരു കോമ്പിനേഷൻ, എന്നെ അറിയാവുന്നവരും കൂടെ വർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹം. എത്രയോ സിനിമയിനിടയ്ക്ക് സിദ്ദിഖുമായിട്ട് കോമ്പിനേഷൻ വന്നു, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് വിഷമമുണ്ട്, സിദ്ദിഖിന് വിഷമമുണ്ട്. മുകേഷ് എന്നോട് 4-5 കൊല്ലത്തിന് മുമ്പ് ഒരു സിനിമ ചെയ്തെങ്കിലും വീണ്ടും 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 വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ് അവർ രണ്ടുപേരും. എത്രയോ സിനിമകൾ ഞങ്ങൾ ചെയ്തിരിക്കുന്നു. ആ ഒരു കോമ്പോ എന്ന് പറയുന്നത് എക്കാലം എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ഞാൻ എല്ലാവരെയും കാണുമ്പോൾ നിങ്ങളൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അതിൻ്റെ ഉത്തരമാവട്ടെ ഈ സിനിമ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മോളെയും അനുഗ്രഹിക്കണം, പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണം. ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. ദൈവസന്നിധിയിൽ വെച്ച് പടത്തിൻ്റെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഏതെങ്കിലും അണിയറയിലൊക്കെ പ്രവർത്തിക്കുന്നത് ചെയ്ത് പുണ്യകർമ്മങ്ങളുടെ ഫലമായിരിക്കും. ഞാൻ ആദ്യം അഭിനയിക്കുന്നത് ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമയിലാണ്. അന്ന് ഞാനതിനകത്ത് വളരെ ചെറിയ വേഷം ചെയ്തു. അതിനകത്ത് നായികയായിരുന്നു ഉർവശി. പിന്നീട് ഉർവശിയോടൊപ്പം എത്രയോ സിനിമകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഞങ്ങൾ നായകന്മാരായിട്ട് തന്നെ പല സിനിമകളിൽ അഭിനയിക്കാൻ സാധിച്ചു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയുന്നു. ഒപ്പം ഉർവശിയുടെ മകളും കൂടെ ഉണ്ടെന്ന് പറയുന്നത് ഇരട്ടി സന്തോഷമാണ്. ഉപേക്ഷ ഞാനൊക്കെ സിനിമയിൽ ഒന്നിച്ച് അഭിനയിക്കുമ്പോൾ മാത്രമല്ല, ഞങ്ങളെവിടെ നിന്നാലും ഒന്നിച്ച് തന്നെയായിരിക്കും എപ്പോഴും. സാധാരണ ഈ അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ വന്ന് നോക്കുമ്പോൾ എപ്പോഴും കാണാം ഞാനും ഉപേക്ഷയൊക്കെ എപ്പോഴും അടുത്തടുത്ത് നിൽക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും പറയാനുണ്ടാവും, ഒരുപാട് തമാശകൾ പങ്കുവയ്ക്കാനുണ്ടാവും. അത് കിട്ടുന്ന നിസ്സാര സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങളത് പറഞ്ഞു തീർക്കുകയും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചുണ്ടാവാറുണ്ട്. ഈ സിനിമകളിൽ വീണ്ടും ഒരുമിക്കാൻ കഴിയുന്നത് ഭാഗ്യമായിട്ട് കണക്കാക്കും. ഒരുപാട് സന്തോഷത്തോടെ ഈ സിനിമ ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഇതിനൊരു അരങ്ങൊരുക്കുന്നത് അഭിലാഷ് പിള്ളയ്ക്കും ഇതിൻ്റെ സംവിധായിക അതിനൊക്കെ എല്ലാം ഞങ്ങളെല്ലാ ഭാഗങ്ങളും നേടുന്ന സിനിമ വിജയമാവട്ടെ പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കും. താങ്ക് യു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആശംസകൾ പറയുക അതിന് മാത്രമുള്ള സമയവും അതിൽ തന്നെ ചൂട്ടാനിക്കുന്ന അമ്മയുടെ ഈ സന്നിധിയിൽ വെച്ച് ഇങ്ങനെ ഒരു കർമ്മം നടത്താനും അതിൽ പങ്കെടുക്കുവാനും കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. കാര്യം ഇവിടെ നിന്ന് ഒരുപാട് കലാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ തന്നെയുണ്ട്. ഇവിടെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാവരും കലയും സാംസ്കാരിക ബന്ധവുമായിട്ടൊക്കെ ഉള്ള എല്ലാവരും തന്നെ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആശംസ ആദ്യം തന്നെ അർപ്പിക്കാനുള്ളത് ആരതിക്കാണ്. ആരതിയുടെ ഒരു വലിയ അച്ചീവ്മെൻ്റാണ് ഈ സിനിമ. ആരതിയുടെ കൂടെ തന്നെ ഉള്ള ഇതിൽ രണ്ടുപേരും ഈ സ്ക്രിപ്റ്റിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തപ്പോൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും ചെയ്യേണ്ടതായിട്ടുള്ള എൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന അഭിലാഷിന് എൻ്റെ ആശംസകൾ, എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഉർവശി ഇതിൻ്റെ പ്രൊഡ്യൂസറാണ്. ഉർവശിയുടെ മകളും ഇതിനകത്ത് ഭാവം. ഞങ്ങൾ 3 പേരുടെയും കാര്യങ്ങൾ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് ഓർമ്മകളാണ്, ഒരുപാട് വർഷങ്ങളുടെ ഓർമ്മകളാണ്. ഞാൻ തന്നെ സിനിമയിൽ വന്നിട്ട് 40 ഇതിൻ്റെ കൂട്ടത്തിലുള്ള ആ കാലം മുതൽ ഉർവശിയുടെ ആദ്യ സിനിമ മുതൽ തന്നെ എനിക്ക് അറിയാവുന്നതാണ്, അനുഭവമായിട്ട് അറിയാവുന്നതാണ്. പിന്നെ ഈ അടുത്ത സമയത്ത് ഞങ്ങളൊരു ചാനലിലൊരു പ്രോഗ്രാമിന് പോയിരുന്നു.
അഭിലാഷേട്ടൻ പറഞ്ഞത് എൻ്റെ ഈ പടം, അതെ നമ്മുടെ ഈ പടം എന്തായാലും എന്താ പറയുക കണ്ട് വിജയിക്കണം. ഇപ്പം എന്തായാലും നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മൾ വണ്ടിയിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയതിലും വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും അനുഗ്രഹിക്കണം, ബ്ലെസ്സിങ്സ് ഉണ്ടാവണം. പിന്നെ എല്ലാത്തിനും നന്ദി. ഈ സപ്പോർട്ട് ചെയ്യുക, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക, എന്തായാലും ബെറ്റർ ആക്കും. പക്ഷേ എല്ലാത്തിനും നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ ഇന്നെൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഇങ്ങനൊരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് ചോറ്റാനിക്കര അമ്മ തന്നത്. അതിൽ ഒരുപാട് സന്തോഷം. അഭിലാഷ്, ആരതി ചേച്ചി, ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലുള്ള എല്ലാവരും എൻ്റെ ഫാമിലിയാണ്. എനിക്ക് ഒരു സിനിമാ ബന്ധത്തിലുപരി എൻ്റെ ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ്. അപ്പം ഫീൽസ് ലൈക്ക് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന പോലെ തന്നെയുള്ളൊരു ഫീലിംഗ് ആണ്. ഞാൻ എൻ്റെ ഏതൊരു ഇൻ്റർവ്യൂ എന്തിലും എന്നോട് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഉർവശി ചേച്ചിയാണ്. അപ്പോൾ ഉർവശി ചേച്ചിയുടെ കൂടെ ഒരു സീനെങ്കിലും എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഒരു ഇമ്പോർട്ടൻ്റ് ആയ ക്യാരക്ടർ കിട്ടിയത് മഞ്ജു ചേച്ചിയോടും ഞാൻ പറയും. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ട്രസ് ഉർവശി ചേച്ചി തന്നെയാണ്. അത് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അതിന് മാറ്റമില്ല. പക്ഷെ എല്ലാവരും ഇഷ്ടം തന്നെയാണ് മുകേഷേട്ട. അതുപോലെ തന്നെയാണ് സിദ്ദിഖ് സാറും മുകേഷ് ഏട്ടനും. സിദ്ദിഖ് സാറിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. മുകേഷ് ഏട്ടനോട് ഇതുവരെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്ക്രീൻസിൽ മാത്രം കണ്ട ആൾക്കാരുടെ കൂടെ അഭിനയിക്കാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം നമ്മുടെ ഈ സിനിമ വിജയിക്കാൻ. താങ്ക് യു സോ മച്ച്. അപ്പം എൻ്റെ പാക്കേജാണ് ഞങ്ങൾ ഒരുമിച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. അഭിലാഷ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയും എനിക്ക് ചെയ്യാനാണ്. ഞങ്ങളുടെ 7ാമത്തെ സിനിമയാണ് ഒരുമിച്ച്. കടാവർ തൊട്ട് മാളികപ്പുറം സുമതിയോളമൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് 7ാമത്തെ സിനിമയാണ് ഞങ്ങൾ ഒരുമിക്കുന്നത്. അപ്പോൾ അതിന് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടേഴ്സും ടെക്നീഷ്യൻസും ഉള്ള സിനിമയാണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ് ആ സിനിമ ചെയ്യാനായിട്ട്, സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ആരതിക്കും ബിപിനും അഭിജിത്തേക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു റിസൾട്ടാണ് ഈ മൂവി. നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. താങ്ക് യു. അതല്ല, വേറെ പ്രത്യേകത സാറ് ഞാൻ എഴുതുന്ന സിനിമകൾ മുഴുവൻ ഒരു ഫാമിലി പേരുകളൊക്കെയാണ്. ഇത് ഞാനോട് ഒരു ബന്ധമില്ലാത്തൊരു പേര് പാബ്ലോ പാർട്ടിയാണ്.